നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു? ലൈവ് കണ്ടവർക്ക് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്നും കൂടി വളരെ ക്ലിയർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ലൈവ് കാണാത്തവർ പേടിക്കേണ്ട, നമ്മുടെ എല്ലാ കാര്യവും വളരെ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം. എന്താണ് ഇന്ന് രാവിലെ തൊട്ട് ഉച്ചവരെ നടന്നിട്ടുള്ളത്. സ്പെഷ്യലി ഇന്നലെ പ്രൊമോ കണ്ട ആൾക്കാർക്ക്, ഇന്നലെ 2 പ്രൊമോ ആണ് വന്ന് തോന്നുന്നുണ്ട്, അതിൽ കൂടുതൽ വന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഈ 2 പ്രൊമോയിൽ രണ്ടാമത്തെ പ്രൊമോയിൽ അഖിൽ എന്തിനു വരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആദ്യത്തെ പ്രൊമോ പറഞ്ഞിട്ടുള്ള എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള പ്രൊമോയിൽ അവിടെ നടക്കാൻ പോകുന്ന ടാസ്കിനെ പറ്റിയാണ് ആ ഒരു പ്രൊമോ വന്നിട്ടുള്ളത്. അഖിൽ മാരാർ ഹൗസിൽ കയറി അവരിപ്പോൾ ജസ്റ്റ് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, അഖിൽ എന്തിനു വന്നു, ആരൊക്കെ കൂടെ വന്നു, എന്തൊക്കെ ഹിൻറ്റുകൾ കൊടുത്തു, അല്ലെങ്കിൽ എന്തൊക്കെ ഹിൻറ്റുകൾ ഇവർക്ക് ലഭിച്ചു, എന്തൊക്കെ ഹിൻറ്റുകൾ അവർക്ക് കിട്ടി എന്നുള്ളത് സംസാരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ തംബ്നെയിലിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അങ്ങനെ ചെറിയ ഡയലോഗുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഡയലോഗുകളിൽ നിന്ന് പിടിച്ചെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ വരുന്ന ആൾക്കാരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിവുള്ള വ്യക്തി അവിടെ ഒരു ഗെയിം ചേഞ്ച് ചെയ്ത് അയാളുടെ ഗെയിം ചേഞ്ച് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവാം. കാരണം എന്താ വെച്ചാൽ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഇവർ വന്നിട്ടുള്ളത്? ഇവർ അടിസ്ഥാനപരമായിട്ട് സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ അവരുടെ ഏറ്റവും പുതിയ മൂവി ആയിട്ടുള്ള മിഡ് നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. അതിൽ അഭിനയിച്ചിട്ടുള്ള ലീഡ് ക്യാരക്ടറാണ് തോന്നുന്നുണ്ട്, അഭിനയിച്ചിട്ടുള്ള UK ലക്ഷ്മി ഉണ്ട്. അപ്പോൾ ഇവർ 4 പേരും കൂടി നിന്നിട്ട് പടത്തിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടാണ് അഖിൽ വന്നിട്ടുള്ളത്. ഇതൊരു പറഞ്ഞാൽ സീരിയസ് നോട്ട് പറയുകയാണെങ്കിൽ. പിന്നെ തമാശ കാര്യത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ പറയാം, അതായത് ഇപ്രാവശ്യ സീസണിൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് അടിയും വഴക്കും പരിപാടിയൊന്നുമല്ല, മര്യാദയ്ക്ക് മലയാളം വായിച്ചിട്ട് ഒരു ടാസ്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ളൊരു വ്യക്തി അതിനുള്ളിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് സത്യം പറയാം, പെട്ടെന്ന് ബിഗ് ബോസ് ഹൗസിന് ഒരു സ്റ്റാൻഡേർഡ് വന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് ഹൗസ് പെട്ടെന്ന് ചാടി ഒരു സ്റ്റാൻഡേർഡ് വന്നു. സത്യം പറയണം, അത് അഖിലിനെ തന്നെ പറയാതിരിക്കാൻ വയ്യ. കാരണം വെച്ചാൽ ബിഗ് ബോസ്, ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിലും പറഞ്ഞു, ബിഗ് ബോസ് പ്രൊഡ്യൂസ് ചെയ്തതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ഫൈനസ്റ്റ് പ്രൊഡക്ട്സ് ആണ് അഖിൽ മാരാർ. ഓൾറെഡി ക്വാളിറ്റിയുള്ളൊരു വ്യക്തിയാണ്. വന്നിട്ട് അവർ ഒറ്റ ആഴ്ച കൊണ്ട് ഇത്ര അധികം ആൾക്കാർ ഹെയ്റ്റ് ചെയ്ത് തരുന്ന വ്യക്തിനെ നേരെ ഒരുപാട് മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ ഇഷ്ടം ആയിട്ട് മാറി അവിടെ വിന്നറായി പോയി. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും അതിന് മുന്നേയും അതിന് ശേഷവും കണ്ടിട്ടില്ല. ഇല്ല എന്നല്ല, അത്രത്തോളം വരില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പേർക്ക് ഫേവറേറ്റ്സ് ഉണ്ടായിരിക്കാം, അതിന് മുന്നേ വന്നവരുണ്ടായിരിക്കാം, ശേഷം വന്നവരുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായ പ്രകാരം എന്തൊരു കാര്യം സംസാരിക്കുകയാണെങ്കിലും, എന്ത് കാര്യത്തിൽ ഇടപെടുകയാണെന്നുണ്ടെങ്കിലും, ഒരാശയം, ഒരു വാക്ക്, ഒരു സെൻറ്റൻസ് പറയുകയാണെന്നുണ്ടെങ്കിലും സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് പിന്നെ അഖിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ അഖിൽ വന്നു. ഫസ്റ്റ് അഖിൽ ടാസ്ക് വായിച്ചു. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ നൂദില ഇന്നലെ കണ്ടിട്ടുണ്ടായിരിക്കും, നൂദില ചെരുപ്പ് ഫാക്ടറി. അതിൽ ആദില എന്തിനു ചേർത്തു എന്നുള്ളത് അറിയില്ല, നൂറ എന്നുള്ളത് എന്താ അറിയില്ല, ഒരൊറ്റ കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ടായിരിക്കാം. നൂദില ചെരുപ്പ് ഫാക്ടറി, അതായത് അൾട്ടിമേറ്റ് ചപ്പൽ കിങ് ഓഫ് കേരള, അതാണ് നൂറ. അതായത് നൂറ ചെരുപ്പ് ഫാക്ടറിയുടെ ഓണറാണ്. അപ്പോൾ 2 ദിവസത്തേക്ക് ബിഗ് ബോസ് ഹൗസ് ചെരുപ്പുകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ആയിട്ട് മാറാൻ പോകുന്നു. യന്ത്രങ്ങളുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഫാക്ടറി ആയിട്ട് മാറാൻ പോകുന്നു. അപ്പോൾ ഈ ഫാക്ടറി ആയിട്ട് മാറുന്ന സമയത്ത് തന്നെ ഓണർ വേണം, ഓണറെ സഹായിക്കാൻ ആൾക്കാർ വേണം, ജോലിക്കാർ വേണം, അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി വേണം. ഇത്രയും ഘടകങ്ങളാണ് ഈ ഒരു ടാസ്കിലുള്ളത്. നൂറയാണ് ഈ കമ്പനിയുടെ ഓണർ. നൂറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ നൂറയുടെ കയ്യിൽ ഗോൾഡ് കോയിൻസും ബ്ലാക്ക് കോയിൻസും ഉണ്ട്. ഏതൊരു വർക്കർക്കും വേജസ് കൊടുക്കുന്നതിൽ കൃത്യത കാണിക്കുന്നുണ്ട്. പക്ഷേ അത്ര ധൂർത്ത് ആയിട്ട് കൊടുക്കുന്ന ആളല്ല. ശ്രദ്ധിച്ച് കാശ് ചിലവാക്കുന്ന ഒരു ഓണറാണ് നൂറ. അതുകൊണ്ട് തന്നെ ആ പൈസ കൂട്ടി വെച്ചിട്ടാണ് ഇവർക്ക് ഫാക്ടറി ഉണ്ടാക്കാനും ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പം നൂറയ്ക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നൂറ ഗോൾഡ് കോയിൻ കൊടുക്കും. ഇഷ്ടപ്പെട്ടിട്ട് ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബ്ലാക്ക് കോയിൻ കൊടുക്കും. ഇതാണ് ഇവർക്ക് കിട്ടുന്ന റിവാർഡ്. ഇനി ഈ ഒരു കാര്യങ്ങൾക്ക് നൂറയെ സഹായിക്കുന്ന വ്യക്തിയാണ് ജിഷിൻ. അപ്പം നൂറയുടെ താല്പര്യങ്ങൾക്ക്, തീരുമാനങ്ങൾക്ക് വലിയൊരു ഇൻഫ്ലുവൻസ് അവിടെ ചെലുത്താൻ, ഈ ടാസ്കിൽ തന്നെ ഈ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിവുള്ള വ്യക്തിയാണ് ജിഷിനാണ് എല്ലാ കാര്യങ്ങളിലും അസിസ്റ്റ് ചെയ്യുന്നത്. ആർക്ക് എന്ത് കൊടുക്കണം, എവിടെ കൊടുക്കണം,
എന്നൊക്കെ തീരുമാനിക്കുന്നത് ജിഷിനാണ്. അപ്പോൾ ജിഷിന് വലിയൊരു റോളുണ്ട്. ഈ സംഗതിനെ ഒരു സിമ്പിൾ ടാസ്ക് ആയിട്ട് കണ്ടിട്ട് ഇതിനെ തള്ളിക്കളയുമെന്ന് എനിക്കറിയില്ല. പറ്റങ്ങളെ ക്വാളിറ്റി വെച്ചിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തല്ലൂടും അറിയില്ല. എനിക്ക് തോന്നുന്നു അഖിലൊക്കെ ഉള്ള സീസൺ അഖിൽമാരെ പോലൊരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഖിലൻ ആ ടാസ്ക് ലെറ്റർ വായിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു, ഓരോ ടാസ്ക് ബിഗ് ബോസ് തരുന്ന സമയത്തും ഓരോ ടാസ്ക് ലെറ്റർ വായിക്കുമ്പോഴും ആ ടാസ്ക് എങ്ങനെ വൃത്തിയായിട്ടും അല്ലെങ്കിൽ ആ ടാസ്ക് എങ്ങനെ മര്യാദയ്ക്ക് ചെയ്യണം എന്നുള്ള ഹിൻഡ് ബിഗ് ബോസ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം വന്നിട്ടുള്ള ടീംസിന് ഇതൊന്നും മനസ്സിലാവും. ഒന്നാമത് മര്യാദയ്ക്ക് വായിക്കാനുള്ള ഒരു ടീം തന്നെയല്ല. അപ്പോൾ ഇതാണ് കഥ. ജിഷിന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതിൽ വളരെ ക്രൂഷ്യലായിട്ട് ഒരു റോള് വരുന്നത് അക്ബറിനാണ്. അക്ബർ ഈ യൂണിയൻ ലീഡറാണ്. അതായത് ഈ ഒരു ഫാക്ടറിയിലെ യൂണിയൻ ലീഡറാണ്. ആരൊക്കെ എന്തൊക്കെ ജോലികൾ എപ്പോഴൊക്കെ ചെയ്യണം, എന്തൊക്കെ മാനുഫാക്ചർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന വ്യക്തി അക്ബറാണ് ഈ വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിയൻ ലീഡർ. അത് മാത്രമല്ല, അക്ബർ എന്ന് പറയുന്ന വ്യക്തി സ്വാഭാവികമായിട്ടും നൂറയുടെയും അസിസ്റ്റൻ്റായിട്ടുള്ള ജിഷിൻ്റെയും തീരുമാനങ്ങൾക്ക് എതിരായിട്ട്, അതായത് എന്തെങ്കിലും തൊഴിലാളി വിരുദ്ധ തീരുമാനങ്ങൾ ഇവരെടുക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രക്ഷോഭം നയിച്ച് പടപൊരുതാനുള്ളൊരു യൂണിയൻ നേതാവാണ് അക്ബർ. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതി വെച്ചോളൂ. രണ്ട് കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഒന്ന്, അക്ബറിന് ഈ ഒരു ടാസ്കിൽ നല്ല കിണ്ണം കാച്ചിയ റോളുണ്ട്. സീരിയസ്ലി ഇത് അക്ബർ ആയതുകൊണ്ട് വളരെ കൃത്യമായിട്ടാണ് ബിഗ് ബോസ് ആ വ്യക്തികളെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നൂറ, ജിഷിൻ, പിന്നെ എന്തുകൊണ്ട് ബാക്കിയുള്ള നിങ്ങളെ ഫേവറേറ്റ് ആയിട്ടുള്ള ബാക്കി വേറെ ടീംസിനൊന്നും ഈ ഒരു റോളിക്ക് തിരഞ്ഞെടുത്തില്ല? ഇവിടെ അക്ബറിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം അക്ബറാണ് സീരിയസ്ലി ഈ ഒരു ഗെയിമിൽ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെലുത്താൻ. കാരണം രണ്ട് ഭാഗം വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യാം, വർക്കേഴ്സ് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവരെ അടിച്ചമർത്താം. തിരിച്ച് ഈ നൂറ പറയുന്ന സമയത്ത് എന്തെങ്കിലും തീരുമാനങ്ങൾ തെറ്റുണ്ടെങ്കിൽ എല്ലാത്തിലും കയറി ഇടപെടാം. കാരണം വെച്ചാൽ ഒരു യൂണിയൻ നേതാവ് ഏത് രീതിയിലായിരിക്കണോ അതിനുള്ള എല്ലാ ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണ് അക്ബർ. അപ്പോൾ അക്ബർ എന്ന് പറഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ ആ സെപ്റ്റിക് ടാങ്ക് വിഷയത്തിൽ മുങ്ങിപ്പോയിട്ടുള്ള വളരെ അധികം നല്ല രീതിയിൽ കാലിബറുള്ള ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 കിട്ടിയിട്ടുള്ള ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ് അക്ബർ. ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് നോക്കാൻ എല്ലാത്തിലും കഴിവുള്ള ചങ്ങായിയാണ്. പക്ഷേ ഇവൻ്റെ സെപ്റ്റിക് ടാങ്ക് വിഷയത്തിൽ ഇവൻ താണു പോയിട്ടുണ്ട്. ഇതൊരു കാര്യം. ഇനി രണ്ട് വിഷയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളൂ, ഇവിടെ അങ്ങോട്ട് എനിക്കെന്തോ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പാനി പോയതിന് ശേഷം അപ്പാനിയുടെ എവിക്ഷൻ വെറുതെ അങ്ങോട്ട് ഒരു എവിക്ഷൻ മാത്രമല്ല. ഒന്നാമത് ഈ ചങ്ങായി വെറുപ്പിച്ചിട്ടുണ്ടായിരിക്കാം, സംഗതി സത്യം തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അക്ബർ എന്ന വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരു ഗെയിമറെ പുറത്തെടുക്കാൻ അപ്പാനിയുടെ എക്സിറ്റ് വളരെ നല്ല രീതിയിൽ ഗുണം ചെയ്തു എന്ന് എനിക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഇതിന് മുന്നേ വെറുതെ അപ്പാനിയുടെ ഒപ്പം കൂടിയിട്ട് അപ്പാനി പറയുന്ന സ്ഥലത്തേക്ക് അവിടെ തല്ലുകൂടിയിട്ടും പിന്നെ ആ ഒരു രീതിയിൽ പോയിരുന്നു. ഇപ്പോൾ ഒന്നും കൂടി കൂടുതൽ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ഗെയിം പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഗെയിം ഇനി ഇവിടുന്ന് അങ്ങോട്ട് അക്ബറിൻ്റെ ഭാഗത്ത് നിന്ന് കാണും തോന്നുന്നുണ്ട്. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബിഗ് ബോസിൻ്റെ ജേണി മുന്നോട്ട് പോകുമ്പോൾ അക്ബറിൻ്റെ റോള് ചേഞ്ച് ആവാൻ പോകുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അക്ബറിന് ഒന്നും കൂടി ക്രൂഷ്യൽ റോൾ അവിടെ കിട്ടാൻ പോവുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു ക്രൂഷ്യൽ പോയിന്റിലേക്ക് അനുമോൾ എന്ന പിന്നെയും വരുന്നത് ഒരു ക്രൂഷ്യൽ പോയിന്റിലേക്ക്, അനുമോൾ എന്നല്ല ഞാൻ പറഞ്ഞത്, അക്ബറാണ് കേട്ടോ. ക്രൂഷ്യൽ പോയിന്റിലേക്ക് അക്ബർ മൂവ് ചെയ്യാൻ പോവുകയാണ്. അല്ലാതെ വെറുതെ എന്തെങ്കിലും കാണിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ക്യൂട്ട്നെസ് വാരി വിതറുന്നവരാണെന്നുണ്ടെങ്കിലും, വെറുതെ അടിപിടി ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീരിയൽ പരിപാടിയൊക്കെ ഇട്ട് ഇങ്ങനെ അവിടെ അങ്ങനെ ഒരുങ്ങി പുറപ്പെട്ട് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് നടക്കുന്ന ആ ആൾക്കാരല്ല. അവിടെ അതിൻ്റെ ഉള്ളിൽ ഗെയിം കളിച്ച് പല രീതിയിലും ഇതാക്കി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണ് അവിടെ ഏതായാലും ഫൈനൽ ടോപ്പ് 5 എത്തേണ്ടത്, ജയിക്കേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അക്ബറിന് വളരെ നല്ല ഒരു ടേണിംഗ് പോയിൻ്റാണിത് തോന്നുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റലൈസ് ചെയ്താൽ നന്ന്. അപ്പോൾ അക്ബറിൻ്റെ പണി ഇതാണ്, ഇവരൊക്കെ കൺട്രോൾ ചെയ്യുക, അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഇതാണ് അക്ബറിന് അവിടെയുള്ള ജോലി. ഓക്കെ. പിന്നെ ഇത് കഴിയുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻ കിട്ടിയ വ്യക്തിക്ക് റിവാർഡും സംഭവവും കാര്യങ്ങളുണ്ടായിരിക്കും. പോരാത്തതിന് ബ്ലാക്ക് കോയിൻസ് കിട്ടിയ വ്യക്തിക്ക് ഡയറക്റ്റ് നോമിനേഷനിൽ വരും. ഇതാണ് സംഭവം. ഇതാണ് ഈ കംപ്ലീറ്റ് ടാസ്കിൻ്റെ സംഗതി. ഇതിൽ ഇനി ജോലിക്കാരായിട്ട് വന്നിട്ടുള്ളത് 2 മെഷീൻസാണുള്ളത് ജോലി ചെയ്യാനുള്ളത്. ഇവർ എന്ത് പണി ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അക്ബറാണ്. ജോലിക്കാരായിട്ടുള്ളത് ഒനീൽ, ഷാനവാസ്, ആദില, മസ്താനി, ബിന്നി, അഭിലാഷ്, പിന്നെ വേറെ ഇവരാണ് ജോലിക്കാരുള്ളത് കേട്ടോ. അക്ബറിനാണ് ഇവരെ മെയിൻ റോള് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഈ ഒരു ടാസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഫാക്ടറി ആയിട്ട് മാറാൻ പോവുകയാണ്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ പിന്നെ സെറീന പറഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 99 ദിവസം നിന്നു, ലാലേട്ടൻ എന്നെ കൈ പിടിച്ച് കൊണ്ടുപോയതാണ് എന്ന് പറഞ്ഞു.
അതിലെടുത്ത വയ്ക്കുക അഖിലിൻ്റെ കൗണ്ടർ. ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ഒരാളെ കൈ പിടിച്ച് കൊണ്ടുപോയി, രേണു സുധീൻ്റെ കാര്യം പറയണേ, കൈ പിടിച്ച് പുറത്തേക്ക് എവിക്റ്റായി. പിന്നെ ഒരു കാര്യം, ഞാനത് പറഞ്ഞതിൽ തെറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രേണു സുധി ശരിക്കും വാക്കൗട്ട് അല്ല, ഞാനങ്ങനെ പറഞ്ഞില്ല എന്ന് തോന്നുന്നത്. രേണു സുധി ആക്ച്വലി എവിക്റ്റഡാണ് അവർ. ബിഗ് ബോസിന് അങ്ങനെ വാക്കൗട്ടൊന്നുമില്ല, അവർ എവിക്റ്റ് ചെയ്താണ്, പുറത്താക്കിയത് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അത് ഇനിയിപ്പോൾ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ പോകുന്നു എന്നൊക്കെ ചിലപ്പോൾ പുറത്തുനിന്ന് പറയുമായിരിക്കാം, അതൊന്നല്ല, പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്ന് വെച്ചാൽ പറ്റാതെ പോകുന്ന ആദ്യം തന്നെ പോരുമ്പോൾ ഒഴിവാക്കാമല്ലോ. ഇത് അവർ വളരെ വളരെ കൃത്യമായിട്ട് ഒഴിവാക്കിയതാണ്, എവിക്റ്റ് ചെയ്താണ്. അപ്പോൾ അത് പറഞ്ഞു, അതിനെക്കുറിച്ച് സംസാരിച്ചു. പിന്നെ രണ്ടാമത് അഭിഷേക് അനുമോളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കേട്ടോ, അതായത് പാവയുടെ കാര്യം വളരെ കൃത്യമായിട്ട് സംഗതി അഭിഷേക് പറഞ്ഞു. കാരണം അഭിഷേക് അനുമോൾ കണക്ഷനായിട്ട് പറഞ്ഞു കൊടുത്തു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അഭിഷേക് പറഞ്ഞു കൊടുത്തതാണ് പാവേനെയും പിടിച്ച് നടക്കുന്നത് അത്ര നല്ല സംഭവമല്ല എന്നുള്ള കാര്യങ്ങൾ ആ ഒരൊറ്റ ഹിൻറ്റും തന്നെ അനുമോളും മനസ്സിലാക്കി അനുമോൾക്ക് നന്ന്. ഇപ്പം ഇന്ന് രാവിലെ അനുമോൾ ഇങ്ങനെ സാരിയൊക്കെ കൊടുത്തിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട്, ഇങ്ങനെ പാവം പിടിച്ച പോലെ. ബി സീരിയലൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഇതേമാതിരി സംഗതി ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അട്രാക്റ്റഡ് ആയിട്ട് തോന്നാം, വോട്ടൊക്കെ കൊടുക്കാം, മുകളിലേക്ക് നീക്കാം. പക്ഷേ ഞാൻ പറയുന്നത് ഈ ഒരു ട്രാക്കാണ് അനുമോൾ പിടിക്കുന്നതെങ്കിൽ അധികം പോകാൻ ചാൻസ് ഇല്ല പറഞ്ഞാൽ അനുമോൾ ലാസ്റ്റ് ടോപ്പ് 5 എത്തും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ബിഗ് ബോസ് വിന്നർ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ കാര്യപ്പെട്ടുള്ള കോണ്ടന്റ് തന്നെ കൊടുക്കണം. അത് ഇപ്രാവശ്യം സീസൺ 7 പ്രത്യേകതയാണ്. കാരണം എന്താ വെച്ചാൽ പുറത്തുള്ളവർ ഇനിയിപ്പോൾ എത്രയൊക്കെ PR ഉണ്ടെന്നുള്ളത് 100% വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ എത്ര PR വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അപ്പോഴും അതിൻ്റെ മുകളിൽ ജനങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയനാണ് കേട്ടോ അത്. ഇതൊക്കെ PR പറയുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റൊക്കെ സത്യമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മളാരും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. ഞാൻ ബിഗ് ബോസിൽ പോയിട്ടുമില്ല, നമുക്കൊരു തേങ്ങ അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, കണ്ടത് പ്രകാരം ഈ ഒരു കോണ്ടന്റ് ഇപ്പോൾ ഒരുപാട് പേരുടെ നമ്മൾ ഈ റിവ്യൂ സൂക്ഷ്മമായിട്ട് ഈ സാധനത്തിനെ കാണുന്നതുകൊണ്ട് പറയുകയാണ്, ഈ രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ല. പിന്നെ എങ്ങനെ കളിക്കുന്നവരെ വിജയിപ്പിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം എന്താ, കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോനെയൊക്കെ ജയിപ്പിച്ച മാതിരി എന്തെങ്കിലും കാണിച്ച് PR കാണിക്കുന്ന ആൾക്കാരെ ജയിപ്പിച്ച് വിട്ടിട്ട് ഒരു രാജാവോ രാജ്ഞിയാക്കി വെക്കുന്ന പരിപാടിയല്ല ബിഗ് ബോസ്. അപ്പോൾ ഇതൊക്കെയാണ് ടോട്ടൽ സംഗതികൾ. ഞാൻ വേറെ ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ബിന്നിക്ക് അഭിഷേകിനെ അറിയില്ല എന്ന് പറഞ്ഞു. അഭിഷേകിനെ റണ്ണറപ്പായിട്ടുള്ള അഭിഷേകിനെ അറിയില്ല, ബിന്നിക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ല. എനിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അറിയില്ലായിരിക്കാം. പിന്നെ ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട്, പിന്നെ ഒരു മുള്ളൻകൊല്ലിൻ്റെ ടീസറും സംഗതി കാണിച്ചു. വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയാം, അഖിലിൻ്റെ എൻട്രിയും ദ വേ ഹി സ്പോക്ക് സ്പഷ്ടമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതെന്നാൽ പറയാതിരിക്കാൻ വയ്യ. അഖിൽ പറഞ്ഞതാണ്, നമുക്ക് മനുഷ്യന് ജീവിക്കാൻ ആഹാരം വേണം, അതേപോലെ ബിഗ് ബോസിനും കോണ്ടൻറ്റ് വേണം, അത് മാത്രം മനസ്സിലാക്കുക. ഒരുപാട് പേര് നിങ്ങളെ കാണുന്നുണ്ട്. എത്ര കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പ്രാവശ്യത്തെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരുപാട് പേര് നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ പോലും നിങ്ങളെ കാണുന്നുണ്ട് ബിഗ് ബോസ് ഷോയിലൂടെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇറങ്ങുന്ന സമയത്ത് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവനെ എനിക്ക് വേണം, അതായത് അവരുടെ ആവശ്യങ്ങൾ, വെദർ ഇറ്റ് ബി എ സിനിമ ആഡോ എന്തോ ആയിക്കോട്ടെ, അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഇവനെ എനിക്ക് വേണം എന്ന് തീരുമാനിക്കുന്നത് പോലെ, ചിന്തിക്കുന്നത് പോലെ ഇവനെ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഇവളെ അടുപ്പിച്ചാൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഇവനെ അടുപ്പിച്ചാൽ ശരിയാവില്ല എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൂടി അതിലുണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അഖിൽ. ഇതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് ഹൗസിനകത്ത് ആര് ചെന്നാലും അവർക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. ഇതിൽ നിന്ന് മര്യാദയ്ക്ക് കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് നന്ന്, നമുക്കും നന്ന്. കാരണം വെച്ചാൽ കാണുന്നത് നമുക്കും എപ്പോഴല്ലേ രസമുള്ളൂ. വെറുതെ അടിപിടി കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്നലത്തേക്ക് ഏതോ സാമ്പാർ അടിയൊക്കെ കണ്ടു, ഒന്നും മനസ്സിലായില്ല. ലൈവ് കണ്ടവർക്ക് 20-25 മിനിറ്റ് അതോ 10-15 മിനിറ്റ്, ഏകദേശം ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് 20 മിനിറ്റ്സ്, 20 മിനിറ്റോളം കലകലകലകലാണ് എല്ലാവരും സംസാരിക്കുക. ആലോചിച്ച് ഒരു 10 ആളെ ഒരുമിച്ച് നിന്നിട്ട് അടിപിടി കൂടുന്നവരെ സംസാരിച്ച് കഴിഞ്ഞാൽ വിൽ നോട്ട് ബി ഏബിൾ ടു, ഒരാളുടെ പോലും നമുക്ക് സംസാരം കേൾക്കാൻ കഴിയില്ല അല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ചെവി തേക്ക് ഞാൻ ഒഴിവാക്കി. എനിക്ക് വയ്യ ഈ പണ്ടാരം കാണാൻ. ഐ തോട്ട് ലൈക്ക് ഇപ്രാവശ്യം ബിഗ് ബോസിൻ്റെ, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ മിസ്ലീഡ് ചെയ്ത് പറയണം. അതിനുള്ളിൽ അതുണ്ടായി, ഇതിനുള്ളിൽ ഇതുണ്ടായി, അവിടെ അങ്ങനെ സംഭവിച്ചു, അങ്ങനെ ഞാൻ പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ളിൽ കാണുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് നിങ്ങളിലേക്ക് എത്തിച്ച് അതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ടാസ്കും പരിപാടിയും കാര്യങ്ങളും അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.